വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. സോ ഞാനിപ്പോൾ ഉള്ളത് ചങ്ങനാശ്ശേരിയിലാണ് കേട്ടോ. നമ്മളിപ്പോൾ നമ്മുടെ ബ്രൈഡിന്റെ വീട്ടിലോട്ട് നടക്കുകയാണ്. വൈകുന്നേരം ഒരു 5:30 നമ്മൾ ചങ്ങനാശ്ശേരിയിൽ എത്തിയിട്ടോ. പിന്നെ റൂമിൽ പോയി ഫ്രഷ് ആയ ശേഷം ഒരു 7 മണിയായപ്പോൾ നമ്മുടെ ബ്രൈഡിന്റെ വീട്ടിലോട്ട് നമ്മൾ പോവാണ്. സോ നമ്മുടെ ബ്രൈഡിന്റെ പേര് ഗായത്രി എന്നാണ് കേട്ടോ. ഗായത്രിയുടെ കസിൻ ദേവികയാണ്. 3 years മുന്നേ വെഡിങ്ങിന് ഞാനാണ് ഒരുക്കിയത്. സോ അങ്ങനെയാണ് ഗായത്രി കോൺടാക്ട് ചെയ്യുന്നത് തന്നെ. നമ്മളവിടെ എത്തിയപ്പോൾ അവിടെ നമസ്കാര ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് കലാപരിപാടികളൊക്കെ ഉണ്ടെന്ന് പറയണേ കേട്ടു. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് എല്ലാം കാണാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിച്ചപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ആശ്വാസം കിട്ടിയിട്ടോ. കാരണം ഇത്രയും ട്രാവൽ ചെയ്ത് വന്നതാണ്, ബസ്സിനും കൂടി ആയിരുന്നു. അപ്പോൾ ഒരു ചായയും കൂടി കുടിച്ചിട്ട് പോയി ഗായത്രിയോട് സംസാരിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പിന്നെ ഇവിടെ കലാപരിപാടികളൊക്കെ തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരും സീറ്റിലൊക്കെ കയറിയിരുന്നു. പിന്നെ ഈ സ്റ്റേജിൽ നിൽക്കുന്ന കുട്ടിയില്ലേ, അതാണ് നമ്മുടെ ഗായത്രിയുടെ അനിയത്തി. ആൻഡ് ഇതാണ് നമ്മുടെ സ്റ്റാർ ഓഫ് ദി ഡേ ഗായ്സ്. ഇതാണ് നമ്മുടെ ബ്രൈഡ് ഗായത്രി. ഗായത്രിയോട് നമ്മൾ സംസാരിച്ചു. അപ്പോഴേക്കും ഇവിടെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടോ. ഗായത്രിയുടെ അമ്മയും അനിയത്തിയും അച്ഛനും കസിൻസും എല്ലാവരും പെർഫോം ചെയ്തിട്ടോ. സോ ഞാൻ ആദ്യം വിചാരിച്ചത് ഗായത്രിയോട് സംസാരിച്ചിട്ട് സാരി മേടിച്ചിട്ട് നേരെ റൂമിലോട്ട് പോകാം. കാരണം നമുക്ക് സാരി പ്ലീറ്റ് ഒക്കെ ചെയ്യാനുള്ളതാണല്ലോ. പിന്നെ ഇവിടെ കലാപരിപാടികൾ തുടങ്ങിയപ്പോൾ കണ്ടു നിന്ന് കുറച്ച് നേരം നമ്മളുടെ ടൈം പോയിട്ടോ. കാരണം നല്ല രസമുണ്ടായിരുന്നു, എല്ലാവരും എൻജോയ് ചെയ്ത് കാണുമായിരുന്നു എല്ലാം. നമ്മുടെ ബ്രൈഡിൻ്റെ വീട്ടിലുള്ള എല്ലാവരും കലാകാരന്മാരാണ് കേട്ടോ. എല്ലാവരും പാട്ടും ഡാൻസും എല്ലാം നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ കസിൻസ് ആയാലും കുഞ്ഞു കുട്ടികളായാലും എല്ലാവരും കളിക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബ്രൈഡും ഡാൻസറാണ്. ആളുടെ പെർഫോമൻസിൻ്റെ ഒക്കെ ഫോട്ടോസ് നമ്മൾ അവിടെ റൂമിൽ കണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം എല്ലാവരുടെ പെർഫോമൻസ് ഒക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്നു. പക്ഷേ ഇനി നിന്നാലും ഞങ്ങൾ നല്ലപോലെ ലേറ്റ് ആവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. കാരണം 2:45 റെഡി ആയിട്ട് നമുക്ക് നിൽക്കാനുള്ളതാണ്. 3 മണിക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ് രാവിലെ. ബ്രൈഡിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്ക് റൂം എടുത്ത് തന്നിരിക്കുന്നത്. അപ്പം നടക്കാനുള്ള ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ അങ്ങോട്ട് ചെന്നു. ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടേക്കാണ് എല്ലാവർക്കും വേണ്ടി. അപ്പോൾ അതിലൊരു റൂമാണ് നമുക്ക്. സോ ഇതാണ് നമ്മുടെ റൂം. സോ റൂമിലോട്ട് കയറി ഫ്രഷ് ആയി കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. കാരണം ഇനി നമുക്ക് മെയിൻ ആയിട്ടൊരു കാര്യമുണ്ട്. നമുക്ക് സാരി നമുക്ക് പ്ലീറ്റ് ചെയ്ത് ഹാങ്ങർ ഫോൾഡ് ചെയ്ത് നാളെ രാവിലത്തേക്ക് സെറ്റ് ആക്കണം. സോ ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ സാരി. സാരിയിൽ നിറച്ച് ഫോൾഡിങ് ലൈൻസ് ആണ് കേട്ടോ. പോത്തീസിൽ നിന്നാണ് കേട്ടോ സാരി മേടിച്ചിരിക്കുന്നത്. നല്ല സാരിയാണ്. കാണുമ്പോൾ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നുമെങ്കിലും കുറച്ച് കട്ടിയുണ്ട് കേട്ടോ സാരിക്ക്. ആൻഡ് ഫുൾ ഓഫ് ഫോൾഡിങ് ലൈൻസ് ആയിരുന്നു. സാരിക്ക് കട്ടിയുള്ളതുകൊണ്ട് നമുക്ക് ഫ്ലഫി പ്ലീറ്റ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബ്രൈഡും പറഞ്ഞിട്ടുണ്ടായിരുന്നു സാരിക്ക് ഫ്ലഫി പ്ലീറ്റ്സ് കിട്ടുകയാണെങ്കിൽ എടുക്കണം. അങ്ങനെ നമ്മുടെ ബ്രൈഡിന്റെ സാരി നമ്മൾ ഫുൾ അയേൺ ചെയ്ത് പ്ലീറ്റ് ചെയ്ത് ഹാങ്ങർ ഫോൾഡ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ സമയം 11 മണി കേട്ടോ. രാവിലെ 2 മണിക്ക് ഞങ്ങൾക്ക് എഴുന്നേക്കാളാണ്. ഇപ്പൊ ബ്രൈഡിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.